ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് റൂട്ട്. അപ്പോൾ ഇത് ഞാൻ വന്നിരിക്കുന്നത് MC-യുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ, പക്ഷെ ആരും തന്നെ സജസ്റ്റ് ചെയ്തില്ല. ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഓൾസോ ഇന്ന് എൻ്റെ ഒപ്പം കളിക്കാനായിട്ട് മാസി ഇല്ല, പക്ഷേ ലോൺ മൊറൽ വൈറ്റ് ഉണ്ട് ഗൈസ്. ഇവനുണ്ട് ഗൈസ്. അപ്പം മാസി ഇല്ല. ഗൈസ് മാസിക്ക് ചെറിയൊരു ബിസി ഉണ്ട്, അപ്പം അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ മാസി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിവേ നിങ്ങൾ ലൈക്ക് അടിക്കണം, മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പോ നമ്മൾ ഇന്നലെ കുഴിച്ചൊക്കെ പോയി കുറെ സാധനമായിട്ടാണ് തിരിച്ചു വന്നത് അല്ലേ ഇവിടെ? അതെ ഗൈസ്, എനിക്ക് ഇടയ്ക്ക് വെച്ച് നെറ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, കറണ്ട് പോയി, ഇടിവെട്ടൊക്കെ ആയിരുന്നു. എന്റെ ഒരു 10 ഡയമണ്ട് ഉണ്ടായിരുന്നു, അതിലൊരു 5 എണ്ണം എനിക്ക് കൊടുത്തിട്ടുണ്ട്. നന്മദാന സ്വത്തുക്കളെ. അതെ ലോൺ ഒരു വലിയ നന്മമരം തന്നെ. അപ്പൊ അവിടുന്ന് പൊട്ടിച്ചെടുത്തോട്ട് വന്നടി റെയിൽ മൊത്തം. റെയിലൊക്കെ എന്ത് 64 ആവണോ? അതല്ലേ പറഞ്ഞേ, നമ്മള് ഫുള്ള് കുഴിച്ചോണ്ടിരിക്കായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഫുൾ അയൺ ആർമർ. അതെ ഡയമണ്ട് ആർമർ ആവില്ല, പിക്കാക്സ് അല്ല ഉണ്ടാക്കുള്ളൂ. അതെ ഒന്നുമില്ല, ചുമ്മാ വിളിച്ചാ. ഓക്കെ, നമ്മളവിടെ ആൻസ്മേൾഡ്. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ചെറിയ സംഭവം കണ്ടുപിടിച്ചാ. ഇങ്ങ് വാടാ, കാണിച്ചു വിടറാ. ഇത് കണ്ടോ, ഈ സീഡിന്റെ എനിക്കറിയില്ല വേറെ സീഡ് ഇങ്ങനെ ഉണ്ടോന്ന്. ഈ സീഡിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഐലൻഡ്. ഇത് കണ്ടോ, കംപ്ലീറ്റ് എയറിലാണ്. കണ്ടോ, അവിടെ ഒരു മാംഗ്രൂവ് ഉണ്ട്. ഇത് കണ്ടോ, അവിടെയും വേറൊരു ഇതുണ്ട്. മനസ്സിലായോ? ഞാൻ വേറൊരു സാധനം കൂടി കണ്ട്. സൂക്ഷിച്ചു നോക്കി, അവിടെ ഒരു കോൾ ബ്ലോക്ക് കാണാം. അതും അവിടെ പെട്ടു. അതെ അവിടെ എന്റെ പ്ലസ് പോയിന്റ് ഇരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? ഒരു ബേസ് ഉണ്ടാക്കണം, ഒരു ചെറിയൊരു വീട്. ഞങ്ങൾ ബേസ് ഉണ്ടാക്കുന്നത് അത് നടക്കാൻ അതും കൂടി നടക്കിയല്ലേ ചിലപ്പം. ബേസിന് ഡിസൈനിങ് ആരെയാണ് ഇവിടെ? ഞാൻ ചെയ്യണോണ്ടോ? എന്താണേലും ചെയ്യാം. ആര് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് നമുക്ക് നോക്കാം. പച്ച അത്താര ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഇപ്പൊ ഇല്ല കയ്യില്. ഈ വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ ചെസ്റ്റ്. അതെന്റെ എടുത്തോ, പൊട്ടിച്ചോണ്ട് പോയല്ല സാധനം ഉണ്ടാക്കാൻ. എനിക്കിവിടെ കുറച്ചും കൂടി അയൺ കിട്ടി. അവിടെ ഒരു 24 അയൺ ഉണ്ടായിരുന്നു, അത് എന്റെയാണ്. ഞാൻ അയൺ ആർമർ ഉണ്ടാക്കാണ്ടി വെച്ചു. അവിടെ ഒരു MLG ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ഉണ്ടാക്കാൻ പറ്റിയില്ല. ഗൈസ്, എങ്ങനെയൊക്കെ ചാടിയാണോ MLG ഉണ്ടാക്കണോന്നൊക്കെ. എന്ത് കഷ്ടാണ് ഇത്. അപ്പൊ ഇതുപോലത്തെ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കാം. ഓൾസോ എങ്ങാനും ഞാൻ പറയാതെ എക്സിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, KCB ചതിച്ചു ഗായ്സ്. കറണ്ട് പോയാൽ ഞാൻ ലീവ് അടിക്കേണ്ടി വരും. നമുക്കിനി കുറച്ച് റിസോഴ്സസ് ഒക്കെ വേണം. അത് പഴയ ഒരു പുള്ളിയ, വേറൊരു ചാനലിൽ കളിച്ചോട്ടുണ്ട്. പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുമായിരുന്നു. ടെക്കൂനിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, മിസ്റ്റർ ടെക് റിവ്യ. പുള്ളിക്കാരൻ എങ്ങനെയാ ടെക് റിവ്യ എബിറ്റിസ്റ്റിന്റെ ഒക്കെ ചാനലുള്ള പുള്ളിയാണ്. 12 അയണ കിട്ടി. അറിയാതെ എഴുത്തയച്ചാൽ പറയുന്നത്. കുക്കഡ് മീറ്റ് എനിക്ക് എന്താണ്, കുറച്ച് ഫുഡേ ഉള്ളൂ. ഇഷ്ടം പോലെ എടി, ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്ന അയണൊക്കെ കാണാണ്ട് പോണേ. അതെന്റെ ഇൻവെന്ററി കേറിയിട്ട് അതിപ്പോ ഞാൻ തന്നതാണ്. അപ്പൊ മറ്റേതോ അത് ഞാൻ എടുത്തത്.
എടാ ഇത് എന്താണോടാ? എടാ ഞാൻ ഭയങ്കര റിച്ച് ആയിടോ. അന്ന് കറണ്ട് പോയിട്ടേ ഇല്ല, ലാവിഷായിട്ടാണ് അതെങ്കിൽ ഞാൻ ഉപയോഗിക്കുക. കരഞ്ഞാന്, കാരണം എനിക്കൊന്നും കിട്ടിയില്ല. ഡൂഡിന്റെ രോദനം നമ്മൾ കണ്ടാലേ അവിടെ അറിയപ്പെടാ. ഇരുന്നോ. അല്ലാത്തൊരു ബെഡ് ഇടയ്ക്ക് വില്ലേജിനും കൂടെ കയറി കിടന്നു. ഞാൻ ഇവിടെ കയറി കിടന്നു. താഴെയിട്ട് വരൂ. ഓക്കെ, വിജയകരമായി നമ്മൾ ഇറങ്ങിയിരിക്കുന്നു guys. എടാ എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടോ? അപ്പൊ ചെറിയ ലാഗ് ഉണ്ടാവും വീഡിയോയില്. ശരിയാ guys. ഡൂഡിന് പിങ്ങ. ആ 3 കട്ടേ ഉള്ളു. ആ ഇതല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി ഫുൾ സെറ്റ് അയൺ ആർമർ ആവാൻ പോവുകയാണ്. ഓക്കെ ഡൂഡെ, അപ്പൊ നമുക്ക് ബേസിലുള്ള റീസോഴ്സ് ഒക്കെ എങ്ങനെ ഗ്യാദർ ചെയ്ത് തുടങ്ങിയാലോ? തുടങ്ങാം. എന്നൊക്കെ വേണം ആദ്യം? നമ്മുടെ ബേസ് ഐഡിയ എങ്ങനെയാ? അക്കേഷ്യ വുഡ് തന്നെ എനിക്കറിയില്ല. വെച്ചങ്ങ് നീ ചെയ്താലോ? വേണം ബേസ് ഉണ്ടാക്കാൻ. നീ വേണം ബേസ് ഉണ്ടാക്കാൻ. അക്കേഷ്യ വുഡ് തന്നെ വെച്ചങ്ങ് ഉണ്ടാക്കിയാലോ? ആവാം. ഞാൻ ഫൈനലി ബേസ് ഉണ്ടാക്ക്, ഞാൻ ബ്രീഡർ ഉണ്ടാക്കാം. എങ്ങനെ ഐഡിയ? ബ്രീഡർ ഇപ്പൊ വേണ്ടോ? എല്ലാം കൂടെ ഒറ്റ ഇതില് സെറ്റ് ആക്കണ്ട, കാരണം പണിയാ അത്. എന്നാ ശരി, എന്നാ അടുത്ത പാട്ടിൽ നമുക്ക് ടൈം ഒത്തിരി ഇല്ലല്ലോ. യെസ്, നമുക്ക് ബ്രീഡർ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുതരാം. പറയാൻ വേണ്ട, നീ ഉണ്ടാക്കണം. എനിക്ക് കുറച്ച് ഉണ്ടാക്കാൻ. എടാ ഈ ഡയമണ്ട് ഇവിടെ വെച്ച സീനില്ലായിരിക്കൂലേ, കാരണം ഞാൻ നടന്നാ ചിലപ്പോ കളയും അത്. പേടിക്കുന്നുണ്ടെ മാസിയെ മാത്രം പേടിച്ചാൽ മതി, വേറെ ആരെയും പേടിക്കട്ട. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത പുതിയൊരെണ്ണം കിട്ടും. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് റിസോഴ്സസ് ഒക്കെ ഗ്യാദർ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മളൊരു വില്ലേജർ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ബേസിന്റെ ആ സൈഡില്. എടാ അങ്ങോട്ട് കയറി പോരുന്നു. അവിടെ ഉണ്ട്, അവിടെ നോക്ക്, റൈറ്റ് സൈഡ് നോക്ക്. ഇവിടെ ചെറിയ ഫോറസ്റ്റ് ബയോ ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്, കാരണം നമുക്ക് ഇവിടെ വീട് വെക്കാം. പിന്നെ അവിടെ എന്താ ഉള്ളേ? ഇവിടെ ഈ ഔട്ട് പോസ്റ്റ് മാത്രമുണ്ട്. വില്ലേജേഴ്സ് ഇല്ലേ? എടാ നിക്ക ഞാനും വരുന്നു. എടേ ഇത് എന്തൊരു കഷ്ടാണ്. ലാഗ് അല്ല, ലാഗല്ല. വില്ലേജേഴ്സിനൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഞാനങ്ങ് പൊക്കത്തെത്തി. ആരും ഇല്ല ഇവിടെ. ആരും ഇല്ലടാ ഇവിടെ. ഒരായിട്ട് കുറെ ക്യാരറ്റ് കിട്ടി ഫ്രീ ആയിട്ട്. നീ ആരും ഇല്ലെന്ന് പറഞ്ഞേ? ഉള്ളില് പടം കിട്ടിയ ആൾക്കാര് നിക്കുന്ന അവിടെ. എന്നെ ആർക്കും വേണ്ട. അപ്പൊ വന്നടോ. ഞാൻ മണ്ടയിലോട്ട് വരണ. എടാ ഇതെടുത്തോ. വന്നില്ലേ? തട്ടി. ഓക്കെ, 2 തട്ടി. ഓക്കെ, ഒരു തന്നെ കൂടെ തട്ടി. എടുത്ത് ഔട്ട് പോസ്റ്റ് ഇനി സ്പോൺ ആയിക്കൊണ്ട് നിൽക്കും. ആവട്ടെ. നമ്മുടെ ബേസിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ, ഒന്ന് എഴുതി വെക്കണമല്ലോ ആ വില്ലേജിന്റെ. കഴിഞ്ഞ വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ രാത്രിയായി. അയ്യോ വില്ലേജേഴ്സും പശു ചാവടാ. ഇവിടെ ഒരു മരണ പോരാട്ടം വരുമ്പോ എന്നെ കാത്ത മേളിലൊരുത്ത്. അപ്പൊ ഇവനെ ഒന്ന് കൊന്നിട്ട് കാണിക്കാം. 8 കാലി നിന്റെ പുറകില്, ക്രീപ്പർ നിന്റെ പുറകില്. ബേസിലെത്തിയിരിക്കാണ്. എണീറ്റൂടാ. അപ്പം അത് ആക്ച്വലി നല്ലൊരു ഫൈൻഡ് ആണ്. നമുക്ക് റെയ്ഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് ഈ ഒരു ബയോം അത്ര രസമില്ല. എനിക്ക് ഈ ബയോം ഇഷ്ടമല്ല, സവാന ബയോം. അപ്പൊ ചെറിയ ലാഗ് ഉണ്ടാവും, പിങ് ഉണ്ടാവും, കാരണം അതെന്റെ നെറ്റ് ഇഷ്യൂ ആണ്. ഒരു 38 അയൺ എടുത്തപ്പോ എന്റെ ദേഹത്ത് ഫുള്ള് എക്സ്പി. എടാ ഈ സ്കൾട്ടൻസിനൊക്കെ കൊന്ന ബോം കിട്ടും. ഈ അയൺ വെച്ചിട്ട് എന്ത് ചെയ്യണം? തൽക്കാലം സൂക്ഷിക്ക്, ചാവാതെ എന്നെ കൈ വെക്കണ്ട. ഞാൻ എപ്പ വേണം ചാവാൻ സാധിക്കും. എന്തോ
ഈ ഒരു പരിപാടി തുടങ്ങിയതിൽ പിന്നെ ഞാൻ എത്ര വട്ടം ചത്തിട്ടുണ്ടെന്ന് അറിയാവോ? എത്ര ചത്തു? ഒരൊറ്റ വട്ടം. അതാ തുടക്കത്തിൽ വിച്ച് വന്ന ഗൈസ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ വീഡിയോയുടെ അവസാനം കൂടെ തേക്കാം. നീ ചത്തോ? തുടക്കത്തിൽ. ആണോ? ഉം. ഞാൻ അറിഞ്ഞല്ല. അപ്പൊ നമ്മള് ഫോറസ്റ്റ് ബോയം കണ്ടുപിടിച്ചത് ഇവിടെ എവിടെയോ ആയിരുന്നു. ആ ഇത് തന്നെ. എടാ പില്ലേജർ ഔട്ട് പോസ്റ്റിന്റെ തൊട്ട് അടുത്താടാ. അപ്പൊ ഇത് എടുക്കാണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോഴും പില്ലേജർ ശല്യം വരും. നമുക്ക് തട്ടാടാ അവനെയൊക്കെ. നമ്മള് എടാ പിന്നെയും ബേസിന്റെ കോർഡിനേറ്റ്സ് എടുത്തിട്ടില്ല. നീ ഒന്ന് കോർഡിനേറ്റ്സിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിടുവോ? കോർഡിനേറ്റ്സ് എടാ പില്ലേജർ ഔട്ട് പോസ്റ്റ് ഉള്ള ഐലൻഡിൽ നിന്ന് നേരെ അങ്ങ് വിട്ടാ മതി. സവാന ഭാഗത്തോട്ട്. എന്നാലും ഒത്തിരി ദൂരെയൊക്കെ നമ്മള് വില്ലേജറിനെ ട്രാൻസ്പോർട്ടിങ് ഭയങ്കര പാടായിരിക്കും. നമുക്കുണ്ടല്ലോ ഇവിടെ തന്നെ ശരിയാക്കാം. ഞാൻ പിന്നെ ഇവിടുത്തെ മരം മൊട്ടം വെട്ടി തുടങ്ങാം. നീ അപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളിലൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോ? അല്ലല്ലോ ഒരു മിനിറ്റ്. എടാ എനിക്ക് ഇവിടെ വേറൊരു ഭയം കിട്ടിച്ചോട് സേഫ് ആയിട്ടുള്ള ഭയവും സെയിം തന്നെ. വേറെ സ്ഥലം കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. എടാ ബേസിന്റെ ഒരു കോർഡിനേറ്റ്സ് എടുത്തോണ്ട് വരുന്നത് നല്ലതാ. ഏയ് നീ എന്തിനു പേടിക്കണം? എനിക്ക് വഴിയത്. പിന്നെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്റെ കോർഡിനേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ആണ് എന്നാ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ വുഡൊക്കെ മുഴുവൻ മുറിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ കുറെ വെട്ടിയിട്ടുണ്ട്. ഞാൻ വെട്ടിയത് എത്രയെന്ന് കാണിക്കട്ടെ. ഞാൻ മാത്രമല്ല നമ്മുടെ ലോണും കുറെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇത്രയും നമ്മൾ വെട്ടി ക്ലിയർ ആക്കി ഗൈസ്. അയ്യോ നിങ്ങളൊന്ന് ഒന്ന് ഓർത്ത് ഇത്രയും നമ്മൾ വെട്ടി ക്ലിയർ ആക്കി. ഒത്തിരി നേരം എടുത്തു ഗൈസ്. അതിന്റെ 2 ആക്സ് പൊട്ടി. 3ാമത്തെ ആക്സ് ഇപ്പൊ പൊട്ടും. പക്ഷെ അത് പൊട്ടിട്ടുണ്ട്. അതും കൂടെ ഉണ്ടാക്കാനുള്ള അയണില്ല. നമ്മൾ തൽക്കാലം നമ്മുടെ പണി ഇവിടെ വെച്ച് എന്ത് ചെയ്തു. നമ്മുടെ ഒത്തിരി വലിയ ബേസ് ഒന്നല്ല, ഒരു കുട്ടി ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. ഓൾസോ എനിക്ക് നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവന്റെ വോയിസും എന്റെ വോയിസും കുറച്ച് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല. ഓൾസോ മൈൻക്രാഫ്റ്റ് കുറച്ച് ലാഗിയുമാണ്. കാരണം നല്ല നെറ്റ് ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഇപ്പൊ തൽക്കാലത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്നടി ഇങ്ങനെ കൊറേ ചപ്പും ചവറും കിട്ടി. കൊറേ എന്ന് പറഞ്ഞാൽ കൊറേ കിട്ടി. ഞാൻ എനിക്ക് എന്തോരം വുഡ് കിട്ടി നോക്കട്ടെ. ഒരു 4 സ്റ്റാക്ക്. ഒരിന്റെ ഇത്രയും വുഡ് കിട്ടി. നമുക്ക് 5 സ്റ്റാക്ക് 4 ലോഗ്. കൊള്ളാം. ഈ സോംബിയുടെ കാര്യം ഇടയ്ക്ക് പകല് ഒന്ന് അടിച്ചിട്ട് പെട്ടെന്ന് കാണാണ്ട് പോകും. മൊത്തത്തില് നമുക്കിപ്പം 3, 6, 1, 7, 8 സ്റ്റാക്കും 8 ലോഗും കിട്ടി. നമുക്ക് ഇനിയുടെ ബേസ് പണിയാൻ തുടങ്ങണം ഗൈസ്. അപ്പൊ നമുക്ക് താത്ത മീൻസ് ഞാൻ ഉദ്ദേശിച്ച ഇത് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ഈ ഒരു വൈ ലെവലില് അങ്ങ് താത്ത. ഇല്ല വേണ്ട അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സൈഡ് വെട്ടിക്കള. അതായത് അവിടെ എന്തോ ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ ഐറ്റംസ് വില്ലേജിൽ നിന്ന് കൊണ്ടുവരാം. പണിയുള്ള പട്ടിപ്പണി മുഴുവൻ ഞാനും എടുക്കണം. എന്നിട്ട് ഉള്ള റിസൾട്ട് അവനും. ഞാൻ ഇപ്പൊ സാധനം എടുത്തിട്ട് വരാനാ. എവിടെ പോയതായിരുന്നു? എന്നോട് ദയവായി ക്ഷമിക്കണം. വീട്ടിൽ നിന്ന് ഒന്ന് വിളിച്ചു. ഞാൻ ഒന്ന് പോയതാ വീട്ടുകാരുടെ അടുത്ത്. ഞാൻ ഇപ്പൊ ചെറുതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പണാ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ആക്കണം. ഞാൻ ശവൽ ഉണ്ടാക്കട്ടെ. അതിന് വേണ്ടിട്ടാ പറഞ്ഞു. ശബ്ദം ചെറുതായിട്ട് AFK വേണ്ടി. ഞാൻ ശവൽ ഉണ്ടാക്കാൻ അയൺ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അയൺ ശവൽ ഉണ്ടാക്കണ്ടാ. ഭയങ്കര നഷ്ടാ. സ്റ്റോൺ ശവൽ മതി. 5 എണ്ണം ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നേരെ എത്തിച്ചു പോകും. ഇതും കൂടി വെട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം വേണമായിരുന്നു. ഇത് വല്ലാത്തൊരു ഗ്രൈൻഡ് പണിയാണ്. ഞാൻ ഇത് മൊത്തം ഒന്ന് വെട്ടിത്തെടുത്തിട്ട് കാണിക്കാം. അപ്പൊ ചേട്ടാ പില്ലേജർ സ്പോണായിരിക്കാണ്. അയ്യോ 8ന്റെ പണിയാണ്. എന്റെ ലാക്സ് പോലും ഇല്ല. വേണോ? എനിക്ക് വേണം. താടാ ആ കുപ്പി നമുക്ക് ജസ്റ്റ് വെക്കാം. എടാ എന്ത് കഷ്ടാണ്. എനിക്ക് കിട്ടിയില്ല. അതല്ല അഡ്വാൻസ്മെന്റ് കിട്ടിയില്ലെന്ന്. അഡ്വാൻസ്മെന്റ് നമുക്ക് ഇനി ഉണ്ടാക്കാലോ. അതുകൊണ്ട് അത്രയൊന്നും പറയാനില്ല.
അപ്പൊ കഴിച്ചാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബോൺമിൽ ഫാം ഒക്കെ സെറ്റ് Guys, ആക്കാൻ ഓർത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിപരമായ ഇത്രയും ഒരു നീക്കം അതെ ചെയ്തതാണ്. ഭയങ്കര ബുദ്ധിമുട്ട് ഗൈസ്. ഒറ്റ ബോൺമീൽ നില പൊട്ടി. ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നമ്മളെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തല്ലേ അത് വരുത്തും. ഇത് വെറുതെ ഫുള്ളായി ഒരു കഴിയുമ്പോൾ ഹോൾ ഉണ്ടായി. നമ്മളൊരു ലെഫ്റ്റ് ക്ലിക്ക് ഇങ്ങനെ കൊടുത്താലേ പുറത്തോട്ട് വരുള്ളൂ. റൈറ്റ് ക്ലിക്കടാ പൊട്ടാ. ഞാൻ ആ, പറഞ്ഞപ്പോ അപ്പൊ guys, ഒരു 5 അയൺ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ഇത്രയും സ്ഥലം സെറ്റ് ആക്കിയിട്ടുണ്ട്. എടാ ബോൺ മിൽ ഈയല്ല മണ്ട, ഇയാളുടെ അറിയാതെ കാര്യം. പറ്റിപ്പോയതാ. എന്നാ കുഴപ്പമില്ല. ലൈക്ക് ഇതുപോലാണല്ലോ അറിയാണ്ട് പറ്റേ. ആ, ശരി. Guys, നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും, സോറി, വേറെ വഴിയില്ല. അപ്പൊ നമുക്ക് ബേസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം guys. കാരണം അതേ നമ്മൾ നടക്കുള്ളൂ guys. ഒത്തിരി നേരം ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നു. അവിടെ ചെറിയ മരക്കാരൊക്കെ ഉണ്ട്. ഇനി പിടിയൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ സീനാവും. കത്തിപ്പോവും ഗൈസ്, നിന്ന് കത്തു. ആ ഗൈസ് ആണെങ്കിലും നമ്മളവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. Yes. അപ്പൊ ഗൈസാണ് ഇന്നത്തെ വീഡിയോ ഇത്രയോളം നമ്മൾ അത്യാവശ്യം നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് പകയാണ് ഗൈസ്. അവന്റെ ഇൻട്രോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അവനെ അടിച്ചായിരുന്നു. അതിന്റെ പകയാണ്. ആണ്ടെ പിന്നെ ഇത് എന്നാടാ, എനിക്ക് ഇങ്ങനെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ അടുത്ത വീഡിയോ വരുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കുക ഗൈസ്. അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.